ലോകത്തെ പ്രധാന എണ്ണഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി പ്രഖ്യാപിച്ച ഇറാൻ അമേരിക്കയുടെ ഇടപെടൽ അവസാനിക്കുന്നതുവരെ കടലിടുക്ക് തുറക്കില്ലെന്നും ഒരു കപ്പലിനെയും ഇതുവഴി കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. ഇതോടെ ആഗോള കപ്പൽ ഗതാഗതത്തിനും എണ്ണ വിതരണത്തിനും വലിയ ആശങ്കയിലാണ് ഉയർന്നിരിക്കുന്നത്. ഇറാൻ അംഗീകരിക്കാത്ത വഴിയിലൂടെ ഒരു കപ്പലും സഞ്ചരിക്കാൻ ശ്രമിക്കരുതെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച ഒരു കപ്പലിനെ ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. കപ്പൽ ഗതാഗതത്തിന് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ നടപടികളെന്നാണ് റിപ്പോർട്ടുകൾ. ഒമാൻ കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് 2 വ്യത്യസ്ത പാതകൾ നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ പുതിയ പ്രഖ്യാപനം. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണം ലോക വ്യാപാരത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. അതേസമയം ഇറാനുമായി ഉണ്ടായിരുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ പൂർണ്ണമായും അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നിലവിൽ വന്നിരുന്ന വെടിനിർത്തൽ കരാർ ഇനി നിലനിൽക്കില്ലെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഹോർമൂസ് കടലിടുക്കിലൂടെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ഭീഷണി ഉയർത്തുകയും വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തതിനെ തുടർന്നാണ് അമേരിക്ക ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്കൻ വ്യോമസേന ആക്രമണങ്ങൾ നടത്തിയതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് മറുപടിയായി ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാനും പ്രത്യാക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗത്തിലൂടെ പരിഹരിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴും തുറന്നിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ നിർണായകമായ പാതയാണ്. ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണ കയറ്റുമതിക്കും ഈ കടലിടുക്ക് വഴിയാണ് നടക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏത് തടസ്സവും എണ്ണവിലയും അന്താരാഷ്ട്ര വിപണിയിലും വലിയ പ്രതിഫലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കൂടുതൽ ശക്തമാകുമോ അതോ ചർച്ചകളിലൂടെ സമാധാനപരമായ പരിഹാരം കണ്ടെത്താനാകുമോ എന്നതാണ് ഇനി ഈ ലോകം ഉറ്റുനോക്കുന്നത്. ഗൾഫ് മേഖലയിലെ ഓരോ നീക്കവും ആഗോള രാഷ്ട്രത്തിനും സാമ്പത്തിക രംഗത്തും വലിയ സ്വാധീനം ചെലുത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.